നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിൽ പെട്ടെന്ന് ഉയർന്നു വന്നൊരു നേതാവാണ്, ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രധാനമായും ചാനൽ ചർച്ചകളിലാണ് രാഹുലിനെ നമ്മൾ ആദ്യം കണ്ടത്. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം പലതരത്തിലുള്ള സമരങ്ങൾ നടത്തി. ഒടുവിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും ശക്തമായി ആ തരത്തിൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പിണറായിയുടെ കണ്ണിലെ കരടായി എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്ന രീതിയിൽ രാഹുൽ വളരുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം പിണറായിയുടെ പോലീസ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് അടൂരിലെ വീട്ടിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നു. പിന്നീട് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അത് വലിയൊരു ഹീറോ പരിവേഷം രാഹുലിന് നേടിക്കൊടുക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ്സുകാരുടെയൊക്കെ വലിയൊരു ഹീറോ ആയി രാഹുൽ മാറുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ഷാഫി പറമ്പിലിന്റെ അനുയായി എന്ന തരത്തിൽ പാലക്കാട് വന്ന് മത്സരിക്കുകയും പാലക്കാട് വിജയിക്കുകയും ചെയ്തു. അതിനകം തന്നെ നിരവധി വിഷയങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പെട്ടെന്ന് ഉയർന്നു വന്നൊരു നേതാവാണ് അദ്ദേഹം. അതായത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരോട് നമുക്കൊക്കെ തോന്നുന്നൊരു മതിപ്പ് അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നത് പ്രധാനമായും അത് ഇടതുപക്ഷം അല്ലെങ്കിൽ BJP നേതാക്കളെ പോലെ അവർ പൊതുമധ്യത്തിൽ അത്ര അഹങ്കാരികളായി അല്ലെങ്കിൽ ധാർഷ്ട്യത്തോടെ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പല നേതാക്കളെയും നമ്മൾ ആരാധിക്കുന്നതും അതുകൊണ്ടാണ്. ഉമ്മൻചാണ്ടിയൊക്കെ നമ്മൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഗുണം കൊണ്ടാണ്, അല്ലെങ്കിൽ പെരുമാറ്റത്തിൻ്റെ രീതി, ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ നമ്മൾ യാത്രയാക്കിയത്. അത്തരത്തിലുള്ള പ്രതികരണമാണ് പലപ്പോഴും കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല എന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകൾ. ഒരു പെട്ടി പരിശോധന നേരത്തെ പാലക്കാടും ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പെട്ടി മാത്രമല്ല റൂമും ഒക്കെ പരിശോധിക്കും. അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. എന്നാൽ പെട്ടി പരിശോധിക്കാൻ പാടില്ല, പരിശോധിച്ചാൽ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പോലീസുകാരോട് കയർത്ത് സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ കാണുന്നത്. അതിന് പിന്തുണയുമായി ഷാഫി പറമ്പിലുമുണ്ട്. ഇത്തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണ് പൊതുജനം. കാര്യമായി അത്തരത്തിൽ, കാരണം പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് DYFI നേതാക്കളോ അല്ലെങ്കിൽ SFI നേതാക്കളോ, നേരത്തെ ആർഷോയൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആർഷോ സ്വന്തം സഹസംഘടനയുടെ വനിതാ പ്രവർത്തകയോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധവും ഇതിനെതിരെ ഉയർന്നിട്ടുമുണ്ട്. അങ്ങനെയൊന്നുമല്ല കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കേണ്ടത് എന്നാണ് പൊതുസമൂഹം പറയുന്നത്. നമ്മുടെ മുന്നിൽ മാതൃകയാക്കാൻ പറ്റുന്ന കോൺഗ്രസ് നേതാക്കൾ നിരവധിയുണ്ട്. അതിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന PC വിഷ്ണുനാഥ് ഉണ്ട്, CR മഹേഷ് ഉണ്ട്. അത്തരത്തിൽ മിതത്വം പാലിച്ചുകൊണ്ട് ആളുകളോട് പെരുമാറുന്ന ആളുകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് ഓവറാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ MLA ആയതിൻ്റെ ഹുങ്കാണോ എന്നൊക്കെ ആളുകൾ ചോദിച്ചാൽ അത് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇങ്ങനെയല്ല എന്തായാലും ഒരു കോൺഗ്രസ്സുകാരൻ പെരുമാറേണ്ടത് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസിനെ പൊതുവിൽ സ്നേഹിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നും വരുന്നത്. കാരണം ഇത്തരത്തിൽ അഹങ്കാരവും ധാർഷ്ട്യവും വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അത് മറ്റൊരു DYFI ആയി അല്ലെങ്കിൽ SFI ആയി അല്ലെങ്കിൽ SFI നേതാവോ DYFI നേതാവോ ആയി മാറാം എന്നതിൽ കവിഞ്ഞ് ഒരു കോൺഗ്രസ്സുകാരിൽ നിന്നും ഇങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.